ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് സ്വാഗതം. PSC 10th പ്രിലിംസ് എക്സാമിന് മുൻവർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. കീഴരിയൂർ ബോംബ് കേസ് നടന്ന വർഷം എന്നാണ്? കീഴരിയൂർ ബോംബ് കേസ് നടന്നത് 1942 നടന്നത്. കീഴരിയൂർ ബോംബ് കേസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം നടപ്പിലാക്കിയത് ആരാണ്? CP രാമസ്വാമി അയ്യർ. ആരാണ്? CP രാമസ്വാമി അയ്യരാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി കീഴരിയൂർ ബോംബ് കേസ് നടന്നത് ഇന്നത്തെ ഏത് ജില്ലയിലാണ്? ഏത് ജില്ലയിലാണ് നടന്നത്? കോഴിക്കോട് കേട്ടോ. കോഴിക്കോട് ജില്ലയിലാണ് നടന്നത്. 1947 നടന്ന പാലിയം സത്യാഗ്രഹം എന്തിനെതിരായിരുന്നു? എന്തിനാണ്? അയിത്തത്തിന് എതിരായിരുന്നു നടന്നത്. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കഥ ഏതാണെന്ന് ചോദിച്ചാൽ തലയോട്. ഏതാണ്? തലയോടാണ്. പുന്നപ്ര വയലാർ സമരം അടിച്ചമർത്തിയ ദിവാൻ ആരായിരുന്നു? ആരാണ്? CP രാമസ്വാമി അയ്യർ. ആരാണ്? CP രാമസ്വാമി അയ്യരാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വതന്ത്ര സമര സേനാനി ആരാണ്? KB മേനോൻ. ആരാണ്? KB മേനോനാണ്. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം വേറൊരു പേരിൽ അറിയപ്പെടുന്നു. ഏതാണ്? തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്നുണ്ട് അല്ലേ. പാലിയം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് ആരാണ്? ആര്യപ്പള്ളം. ആരാണ്? ആര്യപ്പള്ളമാണ് കേട്ടോ. കീഴരിയൂർ ബോംബ് കേസ് ഇതിവൃത്തമാക്കി അമേരിക്കയിൽ അവതരിപ്പിച്ച നാടകം ഏതാണ്? ഏതാണ് നാടകം? വന്ദേ മാതരം. ഏതാണ്? വന്ദേ മാതരമാണ്. കീഴരിയൂർ ബോംബ് കേസ് ആക്രമണ കേസുമായി ബന്ധപ്പെട്ട് ആകെ അറസ്റ്റിലായത് എത്ര പേരാണ് അറസ്റ്റിലായത്? 27 പേര് കേട്ടോ. 27 പേരാണ്. അടുത്തത്, കീഴരിയൂർ ബോംബ് കേസിനെ പറ്റി കീഴരിയൂർ ബോംബ് കേസിനെ പറ്റി അന്വേഷിച്ചുകൊണ്ട് KB മേനോൻ കത്തെഴുതിയ ദേശീയ നേതാവ് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് കേട്ടോ. സുഭാഷ് ചന്ദ്രബോസാണ്. കീഴരിയൂർ ബോംബ് കേസ് സംബന്ധിച്ച് ആധികാരിക വിവരങ്ങളുള്ള ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? VA കേശവൻ നായർ. ആരാണ്? VA കേശവൻ നായർ എന്നറിയപ്പെടുന്നത്. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങി എന്ന തലക്കെട്ടോടുകൂടി ലേഖനം പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? പത്രം എന്ന് ചോദിച്ചാൽ ഏതാണ് പത്രം? മലയാള മനോരമയാണ് കേട്ടോ. ഏതാണ്? മലയാള മനോരമയാണ്. ആരുടെ നേതൃത്വത്തിലാണ് കീഴരിയൂർ ബോംബ് കേസ് ആക്രമണം നടന്നത് ചോദിച്ചാൽ KB മേനോൻ. ആരാണ്? KB മേനോനാണ്. പുന്നപ്ര വയലാർ സമര കാലഘട്ടത്തിൽ ആലപ്പുഴ ടൗൺ പോലീസ് സബ് ഇൻസ്പെക്ടറായ മലയാള നടൻ ആരാണ്? ആരാണ്? സത്യനാണ്. സിനിമാ നടൻ സത്യനാണ് കേട്ടോ. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കുന്നത്. പുന്നപ്ര വയലാർ സമരം 1945 നടന്നത്. അത് ശരിയാണോ? അല്ല, തെറ്റാണ് അല്ലേ. പുന്നപ്ര വയലാർ സമരത്തിൻ്റെ പ്രധാന കാരണം CP രാമസ്വാമി അയ്യരുടെ ഭരണ നടപടിയായിരുന്നു. അത് ശരിയാണ് കേട്ടോ. അടുത്ത ഓപ്ഷൻ, പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി ഉലക്ക എന്ന നോവൽ രചിച്ച തകഴി. അത് തെറ്റാണ്. തകഴി തലയോടാണ് രചിച്ചത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 2 ആണ് കേട്ടോ. 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിക്കുന്നുണ്ട്. പാലിയം സത്യാഗ്രഹ കാലത്ത് ആര്യമ്പള്ളം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട്. പിന്നെ ആര്യരുടെ ധീരത കണ്ട് AKG തനിക്ക് ലഭിച്ച പുഷ്പാഹാരം ആര്യയെ അണിയിക്കുകയുണ്ടായി. അത് ശരിയാണ്. ആര്യവള്ളം പങ്കെടുത്തു എന്നുള്ളത് ശരിയാണ് കേട്ടോ. IC പ്രിയദത്ത, ES സരസ്വതി, P പ്രിയദത്ത, ദേവസേന എന്നീ യുവതികൾ ആര്യവള്ളത്തിനോടൊപ്പം പാലിയം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു എന്ന് പറയും. അപ്പോൾ ഈ 3ഉം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പുന്നപ്ര വയലാർ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം? സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരത്തിനുമെതിരെ തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭമാണ് ഏത്? പുന്നപ്ര വയലാർ സമരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ പ്രക്ഷോഭമാണ് എന്ന് പറയും. ഇതിൽ ആൻസർ 1ഉം 2ഉം ആണ് ശരി കേട്ടോ. 1ഉം 2ഉം ആണ്.